എവരിവൺ വെൽക്കം ടു ജെസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഷ അർബാലി എന്നുള്ള ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്ട് 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭാരതീയ ആര്യ ഭാഷാओं വിഭാജനം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രാചീന ഭാരതീയ ആര്യ ഭാഷായും മധ്യകാലീൻ ഭാരതീയ ആര്യ ഭാഷായും ആധുനിക ഭാരതീയ ആര്യ ഭാഷായും എന്നുള്ള 3 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രാചീന ഭാരതീയ ആര്യ ഭാഷ 1500 ईस्वी पूर्व से 500 ईस्वी पूर्व तक വരെയും മധ്യകാലീൻ ഭാരതീയ ആര്യ ഭാഷ 500 ईस्वी पूर्व से 1000 ईस्वी पूर्व तक വരെയും ആധുനിക ഭാരതീയ ആര്യ ഭാഷ 1000 ईस्वी पूर्व से अब तक ഇപ്പോൾ വരെയാണ് അതിൻ്റെ കാലക്രമം. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പറയുക, സംസ്കൃതാണ്. ഹിന്ദി ഭാഷ और വികാസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ സംസ്കൃതത്തിന്റെ കാലഘട്ടം 1500 ईस्वी पूर्व से 500 ईस्वी पूर्व तक വരെയാണ്. അതായത് പ്രാചീന ഭാരതീയ ആര്യ ഭാഷ ആ കാലഘട്ടത്തിലാണ് സംസ്കൃത് ഉണ്ടായിട്ടുള്ളത്. इस काल में സംസ്കൃത് ബോൽചാൽ की ഭാഷ. ഈ കാലഘട്ടത്തിലും സംസ്കൃത് ബോൽചാൽ की ഭാഷയായിരുന്നു, അതായത് സംസാര ഭാഷയായിരുന്നു. इस काल में ലൗകിക സംസ്കൃത് और വൈദിക സംസ്കൃത് ദോ ഭാഷായം थी. ഈ കാലഘട്ടത്തിൽ ലൗകിക സംസ്കൃതം പറഞ്ഞിട്ടും വൈദിക സംസ്കൃതം പറഞ്ഞിട്ട് 2 ഭാഷകൾ ഉണ്ടായിരുന്നു, ഉപഭാഷകൾ ഉണ്ടായിരുന്നു. ചാരോം വേദ ബ്രാഹ്മൺ ഗ്രന്ഥ ഉപനിഷത്ത് ഇസി കാൽ की രചന है. ഈ ഗ്രന്ഥങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലുള്ള രചനകളായിരുന്നു. സംസ്കൃത കാലഘട്ടമാണ് ഹിന്ദി ഭാഷയിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാന കാലഘട്ടം. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് പാലിയാണ്. പാലി 500 ईस्वी पूर्व से पहली ईस्वी तक വരെയാണ് കാലഘട്ടം. സംസ്കൃത കാലീൻ ബോൽചാൽ की भाषा विकसित होते होते 500 ईस्वी पूर्व के बाद काफी बदल गई, जिसे പാലി നാം दी गई. അതായത് സംസ്കൃതകാലീൻ ബോൽചാൽ की ഭാഷ, അതായത് അന്നത്തെ സംസാര ഭാഷ സംസ്കൃത ഭാഷ വികസിച്ച് അതായത് സംസാരിച്ച് വികസിച്ച് അതായത് 500 ईस्वी पूर्व के बाद മുഴുവനായിട്ട്, അതായത് അതിനുശേഷം മുഴുവനായിട്ട് ഇത് മാറിയിട്ട് നമ്മുടെ പാലിയിലേക്ക് വരികയും പാലി എന്നുള്ള പേര് അതിന് നൽകുകയും ചെയ്തു. പാലി എന്താണ് ബൗദ്ധധർമ്മക്ക് ഭാഷയാണ്, ബൗദ്ധധർമ്മന്റെ ഭാഷയാണ്. എന്താ പറയാ, ബൗദ്ധ സാഹിത്യ പാലി ഭാഷാമേ ലിഖാഗയ. ബൗദ്ധ സാഹിത്യ പാലി ഭാഷയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. 4 ഉപഭാഷകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1 പശ്ചിമോത്തരി, 2 മധ്യദേശി, 3 പൂർവി, 4 ദക്ഷിണി. നെക്സ്റ്റ് നമുക്ക് പ്രാകൃതാണ്. പ്രാകൃത് പഹലി ईस्वी 500 ईस्वी തക്കാണ്. ബോൽചാൽ की ഭാഷ और പരിവർത്തിത് हुई. ഇവിടെ എന്താണ്, ജൈൻ സാഹിത്യ പ്രാകൃത ഭാഷാമേ ലിഖാഗയ. ജൈൻ സാഹിത്യ പ്രാകൃത ഭാഷാമേ ലിഖാഗയ. നമ്മുടെ മറ്റു എന്താണ് പാലിയിലുള്ള പോലെ തന്നെ പാലിയിൽ 4 ആണെങ്കിൽ ഇവിടെ എന്താണ് 6 ഉപഭാഷകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഷൗർസേനി, പൈശാചി, ബ്രാജഡ്, മഹാരാഷ്ട്രി, മാഗധി और अर्धमागधी. ഇതൊക്കെയാണ് ഷൗർസേനി, പൈശാചി, ബ്രാജഡ്, മഹാരാഷ്ട്രി, മാഗധി और अर्धमागधी. ഇതിനെ നമുക്ക് എന്താണ് എന്താ പറയാ, പ്രാകൃതിലെ ഈ ഒരു ഉപഭാഷകൾ നമുക്ക് ഇനി അപഭ്രംശിലേക്ക് വരാനുണ്ട്. അപ്പൊ ഇത് നേരിട്ട് അപഭ്രംശിലേക്ക് വരികയും പിന്നെ അവിടുന്ന് ആധുനിക ആര്യഭാഷയും ആ ഒരു ഇതിലേക്ക് വന്നിട്ട് അവിടുന്ന് ഷൗർസേനക്ക് എന്താ പറയാ, ഈ ഓരോ ഭാഷകളും പിന്നെയും എന്താണ് വിപുലീകരിച്ച് വേറെ ഭാഷകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നോക്കാം. അതിനു മുമ്പ് അപഭ്രംശ കാലഘട്ടം 500 ईस्वी से 1000 ईस्वी तक വരെയാണ്. ആധുനിക ആര്യ ഭാഷ കാലഘട്ടവും 500 ईस्वी से 1000 ईस्वी अब तक വരെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. അപഭ്രംശില് ഷൗർസേനി, പൈശാചി, ബ്രാജഡ്, മഹാരാഷ്ട്രി, മാഗധി, അർദ്ധമാഗധി അത് ഇവിടേക്ക് വരികയും പിന്നെ നമുക്ക് ആധുനിക ഭാഷ ഉപഭാഷ എന്നാണല്ലോ പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം. ഷൗർസേനി ഇവിടെ ഉപഭാഷകള് പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, പഹാഡി, ഗുജറാത്തി. പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, പഹാഡി, ഗുജറാത്തി ആണ്. പൈശാചിയുടെ ലഹന്ത, പഞ്ചാബി. ബ്രാജഡ് സിന്ധി, മഹാരാഷ്ട്രി മറാഠി, മാഗധി ബിഹാരി, ബംഗ്ല, ഉഡിയ, അസമിയ.
അർദ്ധമാഗധി, പൂർവി, ഹിന്ദി. അങ്ങനെ നമ്മൾ എന്താണ് സംസ്കൃതത്തിൽ വന്ന് ഹിന്ദിയിലോട്ട് എത്തിപ്പെടുകയാണ് അല്ലേ. ഇനി ഇതിൻ്റെ ചെറുതായിട്ടുള്ളൊരു വിശദീകരണം ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തപ്പോൾ ഉണ്ടായിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇതിലൂടെ കാണിക്കാം. ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി ഭാഷ ഔർ ബോലി. എന്താണ് ഹിന്ദി ഭാഷ ഔർ ബോലി. അപ്പൊ അതിൽ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് സംസ്കൃതമായിട്ട്. എന്തായാലും സംസ്കൃത കാലഘട്ടം എന്താണ് 500 1500 ईस्वी पूर्व से 500 ईस्वी पूर्व ഇതായിരുന്നു കാലഘട്ടം. അത് രണ്ട് ഭാഗമായിട്ട് തിരഞ്ഞെടുത്തു. എന്താണ് വൈദിക സംസ്കൃത്, ലൗകിക സംസ്കൃത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പാലി ആണ്. പാലിയുടെ കാലഘട്ടം 500 ईस्वी पूर्व से पहले ईस्वी तक. അപ്പോ അതിന് പശ്ചിമോത്തരി, മധ്യദേശി, പൂർവി, ദക്ഷിണയുടെ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. പിന്നെ അതേപോലെ പ്രാകൃത കാലഘട്ടം എന്താണ് പഹലി ईस्वी से 500 ईस्वी तक. അത് അവിടെ നമുക്ക് 6 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഷൗസേനി, പൈശാചി, ബ്രാജഡ്, മഹാരാഷ്ട്ര. എന്തൊക്കെയാണ്? ഷൗസേനി, പൈശാചി, ബ്രാജഡ്, മഹാരാഷ്ട്ര. ഇത് നമുക്ക് എന്തായാലും എന്താണ് പിന്നീട് വരുന്ന ആധുനിക ഭാഷ എന്നുള്ള അതിലേക്ക് വരുന്നുണ്ട്. അവിടേക്ക് നമുക്ക് പ്രാകൃതിൽ ഇവിടെ നമ്മൾ എന്താ പറയുക ഈ ഭാഷകളാണ് പ്രാകൃതിലുണ്ടായ ഈ ഭാഷകളാണ് പിന്നീട് അവിടേക്ക് വരുന്നതും. അപഭ്രംശത്തിലേക്ക് വരികയും അപഭ്രംശ അവിടെ എന്താണ് അവിടെ വീണ്ടും ഈ ഭാഷകളൊക്കെ ഷോസേനി, വൈശാഖി, ബ്രാജഡ്, മഹാരാഷ്ട്രി, മാഗധി, അർദ്ധമാഗധി ഇത് വീണ്ടും അവിടെ വരികയും അതിന്റെ ഉപഭാഷകളായിട്ട് നമുക്ക് വീണ്ടും ഭാഷകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് അങ്ങനെയാണ് ഷോസേനിന്റെ ഉപഭാഷകളാണ് ഇവിടെ കാണുന്ന പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, പഹാഡി, ഗുജറാത്തി. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, പഹാഡി, ഗുജറാത്തി. അപ്പൊ ഇത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പരപ്പകുന്ന് പഠിച്ചാൽ നമുക്ക് ഇത് നമുക്ക് ഇതാദ്യം പഠിക്കണം. പിന്നെ പരപ്പകുന്നുള്ളത് പഠിച്ചാൽ നമുക്ക് എന്താണെന്നുള്ളത് തെറ്റാതെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണ് പൈശാചിയാണ്. പൈശാചിന് ഉപഭാഷകൾ ഏതാണ്? ലഹന്ത, പഞ്ചാബി. അപ്പൊ ലഹം അപ്പൊ എന്താണ് വൈലഭം പഠിച്ചാല് പൈശാചി കിട്ടും, ലാഭം കിട്ടും, ലഹന്ത, പഞ്ചാബിന്റെ അല്ലെ അങ്ങനെ പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് ബ്രാജഡാണ്. ബ്രാജഡ് എന്താണ്? സിന്ധി. ബ്രാജഡ് പറഞ്ഞുള്ളൂ സിന്ധി. അതേപോലെ മഹാരാഷ്ട്രന്റെ മറാഠി എളുപ്പം കിട്ടും. മാഗധി പഠിക്കാൻ സിമ്പിളാണ്. ബിഹാരി, ബംഗ്ല, ഒഡിയ, അസമിയ. ബിഹാരി, ബംഗ്ല, ഒഡിയ, അസമിയ. അപ്പൊ നമ്മളൊന്ന് പഠിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ പഠിക്കാം. അപ്പൊ അതേപോലെ അർദ്ധമാഗധിയിലെ പൂർവി ഹിന്ദി കേട്ടോ. ഹിന്ദിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. നമ്മൾ എവിടുന്നാ വന്നിട്ടുണ്ടായിരുന്നത്? സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ട് ഹിന്ദിയിലോട്ട് നമ്മൾ എത്തിപ്പെട്ടു അല്ലെ. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഹിന്ദി ഭാഷ ബോഡി എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാറുണ്ടായിരുന്നു. ഈ ഭാഗം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട് കേട്ടതിൽ. അപ്പോൾ ഈ ഒരു നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിലൊക്കെ ചെയ്തിട്ട് പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം ഏതായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.